സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് ഇന്ന് തുടക്കം. വൈകിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. 67ാമത് കായികമേളയ്ക്ക് കൊടിയേറുമ്പോൾ പ്രത്യേകതകളും അനവധിയാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമാവുകയാണ്. മത്സരങ്ങൾക്ക് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പും ഒപ്പം തന്നെ മികച്ച സ്കൂളും നേടിക്കൊണ്ട് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല തന്നെ ഇത്തവണത്തെ ചാമ്പ്യന്മാരാകാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. 12 വേദികൾ, 742 ഫൈനൽ മത്സരങ്ങൾ, ഇൻക്ലൂസീവ് വിഭാഗത്തിലടക്കം 20,000-ലധികം കായിക താരങ്ങൾ. ആവേശത്തിന് തെളിയുന്നത് ഒരാഴ്ച നീളുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കായികോത്സവത്തിനാണ്. ഇത്തവണത്തെ കായികമേളയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മേളയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ലഭിക്കും. 117.5 പവൻ തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണക്കപ്പ്. കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ച ആദ്യ സ്കൂൾ ഒളിമ്പിക്സിലെ വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. ഇത്തവണ മികച്ച സ്കൂളിനുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 2 വിഭാഗത്തിൽ നൽകും. ജനറൽ, സ്പോർട്സ് സ്കൂളുകളെ 2ആയി പരിഗണിക്കും. ഓരോ വിഭാഗത്തിൽ നിന്നും മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കും. അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്കൂളുകൾക്ക് നൽകുന്ന സമ്മാനത്തുകയിലും വർധനയുണ്ട്. കളരിപ്പയറ്റ്, ഫെൻസിംഗ്, യോഗ എന്നീ ഇനങ്ങളും ഇത്തവണയുണ്ട്. ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത് കാലാവസ്ഥയാണ്. അപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താൽ ബാധിക്കുന്ന ചില 1-2 മൈതാനങ്ങളൂടെ ഉണ്ട്. അതൊരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ വേറെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഓരോ ജില്ലയിൽ നിന്നും 300 കുട്ടികൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റും ഉണ്ടാകും. 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂംബയുമുണ്ട്. ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പഠിക്കുന്ന 12 പെൺകുട്ടികളും ഇത്തവണ മേളയുടെ ഭാഗമാകും. കുട്ടിത്താരങ്ങളുടെ ഒളിമ്പിക്സ് മൂഡിലേക്ക് കടക്കുകയാണ് അനന്തപുരി. ആവേശകരമായ മത്സരങ്ങളും തീപാറുന്ന പോരാട്ടങ്ങളും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. പുതിയ മീറ്റ് റെക്കോർഡുകളും വേഗതാരങ്ങളും ഈ വേദികളിൽ സൃഷ്ടിക്കപ്പെടുകയായി. തിരുവനന്തപുരത്ത് നിന്നും ടീം ന്യൂസ് മലയാളം.